നമസ്കാരം. സ്പീഡ് ന്യൂസ്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ തൃശൂർ എജിസ് ഓഫീസിലേക്ക് മോദിയുടെ കോലമേന്തി പ്രതിഷേധ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകർ മോദിയുടെ കോലം കത്തിച്ചു. RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെയാണ് കേസെടുത്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി. കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ RLV രാമകൃഷ്ണന് വേദി നൽകുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ 28-ന് നടക്കുന്ന ചിറപ്പ് മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിച്ചതായി സുരേഷ് ഗോപി. കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിക്ക് ഉടൻ പരാതി നൽകുമെന്ന് RLV രാമകൃഷ്ണൻ. തനിക്ക് നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതിൽ സന്തോഷമുണ്ടെന്നും RLV രാമകൃഷ്ണൻ. പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവസംഗമം നാളെ 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന വലിയ ദേവമേളയാണ് ആറാട്ടുപുഴ പൂരം. ചേർപ്പ് പിടിക്കപ്പുറം ആനയോട്ടം നടന്നു. കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളക്കാവ് വേല നാളെ ആഘോഷിക്കും. ഇത്തവണ തെക്കങ്കൂർ വേലയായതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരി കാവിലാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. CPM-ന്റെ നേതൃത്വത്തിൽ AKG ദിനാചരണം സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന AKG ദിനാചരണത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പതാക ഉയർത്തി. ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിലെ ചാപ്പാറ മണ്ണാറത്താഴം സ്വദേശിയായ ഡോക്ടറുടെ 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട്ടിൽ താമസിക്കുന്ന മലയാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന FX യോഗി അഡ്വർടൈസ് കൺസൾട്ടന്റ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ വിജയയെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രശസ്ത ചെണ്ട കലാകാരൻ കലാമണ്ഡലം ബാലസുന്ദരന് സുവർണ മുദ്ര സമർപ്പിച്ചു. കലാമണ്ഡലം ചെണ്ട വിഭാഗവും പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായാണ് ബാലസുന്ദരന് സുവർണ മുദ്ര നൽകി ആദരിച്ചത്. ജില്ലയിൽ ജലക്ഷാമം രൂക്ഷം. ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കാർഷിക മേഖല പ്രതിസന്ധിയിൽ. CPM എരുമപ്പെട്ടി കുന്നത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKG അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത CLCയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് AD ഷാജു അർഹനായി. ഞായറാഴ്ച കൊട്ടേക്കാട് അസംഷൻ പാരിഷ് ഹാളിൽ നടക്കുന്ന ലോക CLC ദിനാഘോഷ ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പുരസ്കാരം സമ്മാനിക്കും. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനദിനാചരണം ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. വെള്ളക്കരം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഉപഭോക്താവിന്റെ ഒറ്റയാൾ സമരം. മേത്തല പടന്ന സ്വദേശി പള്ളിയിൽ വർഗീസാണ് വടക്കേനടയിൽ പ്ലക്കാർഡുമായി സമരം നടത്തിയത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി. ആധുനിക രീതിയിൽ ടാറിംഗ് കഴിഞ്ഞ 4 മാസത്തിനുള്ളിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ അടർന്നു നീങ്ങിയത്. പറപ്പൂർ CLC യൂത്ത് ഇടവക ദേവാലയ പരിസരങ്ങളിൽ പക്ഷികൾക്കായി ദാഹജലം നിറച്ച പാത്രങ്ങൾ ഒരുക്കി. വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ സ്ഥാപിച്ച പുതിയ 4 ഡയാലിസിസ് യൂണിറ്റുകളുടെ കൂദാശ കർമ്മം നടന്നു. കോർ എപ്പിസ്കോപ്പ ഉറുമ്പിൽ ജോൺ കൂദാശ കർമ്മം നിർവഹിച്ചു. UDF മതിലക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ സൗയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ TS ശശി അധ്യക്ഷത വഹിച്ചു. കേച്ചേരി ഞാലിക്കര ഒയറ്റ് പബ്ലിക് സ്കൂളിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ ഉദ്ഘാടനം ചെയ്തു.
കേരളവർമ്മ കോളേജ് 24 കേരള ബറ്റാലിയൻ NCC ബോയ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ 10ഓളം തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ നാരായണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം പ്രദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 5-ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം ഏപ്രിൽ 30, മെയ് 1, 2 തീയതികളിലായി ആഘോഷിക്കും. പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനം ഡോക്ടർ സതീഷ് പരമേശ്വരൻ നിർവഹിച്ചു. AKGയുടെ 47ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. MP സുകുമാരൻ സ്മാരക പുരസ്കാരം തൃശൂർ KN വെങ്കിടാദ്രി സ്വാമിക്ക് സമ്മാനിച്ചു. പെരുവന മഹാദേവ ക്ഷേത്ര നടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പുരസ്കാരദാനം നിർവഹിച്ചു. നാട്ടിൽ പോകാനായി കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി ഗാഡ്സൺ, സഹോദരൻ മുത്തുപ്പാണ്ടി എന്നിവരെയാണ് അഴീക്കോട് നിന്നും കടലിൽ പോയ മാലിക് 3 എന്ന ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. ജലസംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വെങ്കിടങ്ങ് യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് ജലദിനാഘോഷവും പറവകൾക്കൊരു നീർക്കുടം പരിപാടിയും നടത്തി. മരക്കുമ്പിൽ തൂക്കിയ പാത്രങ്ങളിൽ വെള്ളം പകർന്ന് വാർഡംഗം KC ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലോക ശ്രവണ ദിനാചരണത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പൗർണമി മോഹൻദാസ്, DMO ഡോക്ടർ TP ശ്രീദേവി എന്നിവർ ചേർന്ന് ശ്രവണ സഹായികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല കേച്ചേരി യൂണിറ്റിന്റെ തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. കുന്നംകുളം മേഖല പ്രസിഡന്റ് സിജോ തിരിച്ചറിയൽ കാർഡ് യൂണിറ്റ് പ്രസിഡന്റിന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ പുനഃപരിശോധന ഉത്തരവ്. ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പുനഃപരിശോധന ഉത്തരവ്. കടങ്ങോട് മണ്ടംപറമ്പിൽ ആരംഭിക്കാൻ പോകുന്ന കോഴി മാലിന്യ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്ത്. പരിസര മലിനീകരണവും പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കാവുന്ന മാലിന്യ സംഭരണശാലയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. തലപ്പള്ളി താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഇരിങ്ങാലക്കുട കാറളത്ത് പര്യടനം നടത്തി. മന്ത്രി P രാജീവ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.